ഹലോ ഗൈസ്, പുതിയൊരു കല്ലടിക്ക് സ്വാഗതം. ഇത് ഞാനും നമ്മുടെ സിയാൻ മച്ചാനും നമ്മൾ ട്രിപ്പോടെ ഗൈസ്. നമ്മൾ ഇവിടെ കൂടി ഖലീഫ വെച്ച് പോയായിരുന്നു ഗൈസ്. അന്ന് നമ്മളെ പോലീസ് പിടിച്ചിട്ട് ആകെ സീനായി പോയി ഗൈസ്. അത് കാരണം നമുക്ക് ഇന്ന് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ റോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ പക്ഷേ ഖലീഫ വെച്ച് പോയായിരുന്നു ഗൈസ്. പക്ഷെ അന്ന് നമുക്ക് അങ്ങോട്ടേക്ക് എത്തിക്കാൻ പറ്റില്ല. വണ്ടിയുടെ ലിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അന്ന്. ചേട്ടാ അയ്യോ ഗൈസ്, വണ്ടി ചെറുതായിട്ട് ബാക്കിൽ നിന്ന് ആരാണ്ട് വന്ന് ഇടിച്ചാണ് ഗൈസ്. ബാക്കല്ലേ തൂണിലാണ്ട് അടിച്ചാൽ ഈ ചക്കമായി റോട്ടിക്ക് തൂണ് വന്നാൽ പിന്നെ അത് തന്നെ ഗൈസ്. പിന്നെ നമ്മ സംസാരിക്കുമ്പോൾ വേറെ വല്ല സൗണ്ടും കേൾക്കണമെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം നമ്മുടെ വീട്ടുകാർ സീനല്ല. ഇതേ ഗൈസ്, പോലീസൊക്കെ കയറി പോകുന്നുണ്ട് ഗൈസ്. പിന്നെ ഫോണിലാണ് ഗൈസ് നമ്മൾ എടുക്കണം. അതുകൊണ്ടാണ് വേറെ വല്ല സൗണ്ടൊക്കെ കേട്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഈ മാപ്പിനെ എൻഡ്യൂരെ എത്തിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. വലിയ പാടുള്ള മാപ്പാണ് ഗൈസ്. അത് തന്നെ ഗൈസ്. ഒരാളായിട്ട് പോകണേ. നിങ്ങൾക്ക് ഈ മാപ്പ് വെച്ചെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് അടിച്ച് നിങ്ങൾ കയറി വാങ്ങാട്ടേക്ക് എല്ലാത്തിനും. ആരും ലൈക്ക് അടിച്ചില്ലെങ്കിൽ അതെ, നിങ്ങൾക്ക് ഈ ബസ്സിൽ കയറാൻ ടിക്കറ്റ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മതി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മൾ നേരെ കൊക്കേച്ച് അടിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ 90 വ്യൂസ് കയറി, പക്ഷെ ലൈക്ക് വെറും 5 എണ്ണം. പിന്നെ പിന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് വെറും 3 ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനില്ല ഗൈസ്. പിന്നെ നമ്മൾ തുടങ്ങിയുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്നാലേ നമുക്ക് മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് ഗൈസ്, നിങ്ങൾ എത്ര പേരാണ് ബസ് സിമുലേറ്റർ കളിക്കണമെന്നുള്ള കമൻറ്റ് ചെയ്യുക ഗൈസ്. ഗൈസ് നമ്മൾ താഴെ പോയി നിങ്ങൾ ലൈക്ക് ചെയ്തപ്പ അല്ലേ? യെസ്. അയ്യോ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്തില്ലേ? അപ്പം ഗൈസ് നിങ്ങൾ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും. വണ്ടിയുടെ പവർ കൂടിയാട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്ത്. അത് തന്നെ ഗൈസ്, നിങ്ങൾ ലൈക്ക് ചെയ്ത്. ചേട്ടാ അവിടെ ലിപ്പ് തട്ടോ. എൻ്റെ ഈ ബസ്സിൻ്റെ ലിപ്പല്ല, ഫ്രണ്ട് തട്ടോ. ഇല്ലടാ മോനെ, ഇല്ല കുഴപ്പമില്ലല്ലോ ചേട്ടാ. ഇല്ലടാ മോനെ. പിന്നെയല്ലേ മോനെ, അവിടെ എത്തുമ്പോൾ വലിയ വലിയ വളമൊക്കെ ഉണ്ട്. സൂക്ഷിച്ച് വളച്ചില്ലെങ്കിൽ മോൻ സ്വർഗത്തിൽ എത്തുന്നതാണ്. സൂക്ഷിച്ച് വളക്കുക. കുറച്ച് ബസ്സൊക്കെ അവിടെ താഴെ വീണ് കിടക്കുന്നുണ്ട്. മോൻ സൂക്ഷിച്ച് പോവുക. ഓക്കെ ചേട്ടാ. എടാ സിയാനെ, വണ്ടിയുടെ അടി തട്ടോണ്ട. നീ എന്തേലും ബാക്കിയിരുന്നു? എന്ത് ഗെയിമായി ഇന്ന് കളിക്കണം? ഫ്രീ ഫയർ ഹീറോയ്ക്ക് അടിച്ച്. പിന്നെ നിങ്ങൾ എത്ര പേരാണ് ഫ്രീ ഫയർ കളിക്കുന്നത്? അതുവരും കൂടി ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫ്രീ ഫയറിന്റെ വീഡിയോയും ഫ്രീ ഫയറിന്റെ വീഡിയോ മാത്രമല്ല, GTA 5 കളിക്കുന്നതിന്റെ വീഡിയോയും ഇടുന്നതാണ്. അതും ഫോണിൽ കളിക്കുന്ന വീഡിയോ ഇടുന്നതാണ്. അത് തന്നെ. ഈ വീഡിയോക്ക് 100 ലൈക്ക് തന്നാൽ മതി, വെറും 100 ലൈക്ക്. അത് തന്നെയാണെങ്കിൽ ഞങ്ങൾ GTA 5 എന്ന് പറഞ്ഞ് കമൻറ്റും വേണം. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ ഇടുന്നതാണ് ഗൈസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അത് തന്നെ. 100 ലൈക്ക് തന്നാൽ മതി. അണ്ട് താഴെ GTA 5 എന്ന് പറഞ്ഞ് കമൻറ്റും ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഒത്തിച്ച് വിടാം ഗൈസ്. ഈ വൈപ്പർ കംപ്ലൈൻ്റ് ആണോ? വെള്ളം അങ്ങോട്ട് മര്യാദക്ക് വടിച്ചെടുക്കണില്ല. എടാ നമ്മളെ ഈ സ്റ്റോറിൽ വല്ല വൈപ്പർ ഉണ്ടാകും നോക്കി നോക്കാം. ഹലോ ഓക്കെ. എടാ ഉണ്ടെന്ന് പറഞ്ഞേ. ഈ ബസ് ഇവിടെ നിന്ന് കയറണില്ല ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലേ, അതുകൊണ്ടാണ് ബസ് കയറാത്തത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, എന്നാലേ ബസ് കയറുള്ളൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നല്ല കുട്ടന്മാരാണ് അപ്പം. ഇവിടെ ഒരു ആംബുലൻസൊക്കെ ഒന്ന് കിടക്കണല്ലോ. ആന വന്നാൽ വഴി മാറി തന്നെ പോ ഗായ്സ്. ഈ ടിപ്പറുകാരെ നമ്മളെ കയറ്റി വിടുന്നില്ല. പക്ഷെ ടിപ്പറുകാരെ നമ്മൾ അങ്ങനെ ഇടിച്ച് തള്ളിയിടുന്നതാണ്.
അതൊന്നും കാര്യം നോക്കണ്ട. അതന്നെ ഗൈസ്, ബസ്സിൽ ചെറിയ സ്ക്രാച്ച് വീഴും. പക്ഷെ നമ്മ അംബാനിയല്ലേ, 0 പൈസയുള്ള. നിങ്ങൾക്ക് സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും നമ്മ അംബാനിയുടെ മോനാണ്. അതുകൊണ്ട് നോ സീൻ അല്ലേ ചെയ്യാനേ? യെസ് യെസ് അല്ല നമ്മ പറ്റിക്കും അല്ലേ? യെസ് യെസ്. അതിന് പോലെ ഓറായിട്ടിരിക്കില്ല, പൈസ ഇല്ല. ഗൈസ് നിങ്ങൾ സൈഡിൽ നോക്കിയാൽ മനസ്സിലാവുന്നതാണ് നമ്മൾ അംബാനിയുടെ മോനാണെന്ന്. പെട്രോളിന്റെ താഴെ ആ പെട്രോളിന്റെ ചിഹ്നത്തില്ല. അതന്നെ 00000. ഗൈസ് ഇവിടെ നല്ല സ്പീഡിൽ പോയി നമുക്ക് കൊക്കിലിട്ട് ചാടിച്ചു നോക്കിയാലോ ചെയ്യാൻ? ആ എന്നിട്ടാ പൈനി ട്രിപ്പറിന് പൈസ ഇതൊന്നുമില്ല. ഗൈസ് എടാ നമുക്ക് ഇവിടെ നിന്ന് വല്ലതും വാങ്ങിച്ചാലോ കഴിക്കാൻ? ആ വാങ്ങിക്കാളാ. ബസ് ഇവിടെ ഒതുക്കണ്ടേനെ. അമ്മേ ഭാഗ്യം അടിച്ചില്ല. ജസ്റ്റ് യൂസിന് ബ്രേക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ല ഗൈസ്. എടാ നീ വണ്ടി തങ്ങിയിരുന്നോ? ആ ഞാനേ മുഖം കാണിക്കുന്നുണ്ട് ഗൈസ്. അവൻ ചെറിയ നടക്കാനാണ്. ചേട്ടാ മാറി. അമ്മാമ്മേ വല്ല കഴിക്കാനുണ്ടാ? അമ്മാമ്മേ വല്ലതും കഴിക്കാനുണ്ടോ അമ്മാമ്മേ? ഇല്ല മോനെ, ഇവിടെ ഒരു ടൂറിസ്റ്റിലൊരു വണ്ടിയിൽ ഒരു കുറേ കൊച്ചുങ്ങൾ വന്നു. ആ കൊച്ചുങ്ങൾക്ക് ചായയും പരിപ്പോടെയും ഒക്കെ വേണമെന്ന് തോന്നി. അതുകൊണ്ട് അവർക്ക് പാർസൽ ചെയ്ത് കൊടുത്തു വിട്ട്. മോന് വേറെ വല്ലതും വേണോ മോന്? ആ അമ്മാമ്മേ എന്നൊരു പാമ്പല്ലേ ഇത്? പാമ്പാണോ? ആ ചെയ്യാൻ നിനക്ക് പാമ്പിനെ മതിയാണോ തിന്നാൻ? ഞാൻ ബിരിയാണിയാ ചേച്ചി? ഇവിടെ ബിരിയാണി വേണ്ട. കോഴിയുടെ ബിരിയാണി വേണോ മട്ടൻ്റെ ബിരിയാണിയാണോ? മട്ടൻ മതി. മട്ടൻ മതിയെന്ന് ചേച്ചി. മട്ടൻ മോനെ ചേച്ചി മട്ടൻ ഉണ്ട് മട്ടൻ. ആ മോനെ ഇപ്പം എടുക്കാം മട്ടൻ. ആ അപ്പോൾ വേഗം കൊടു. ആ ഇവിടെ ബിരിയാണി ഒക്കെ ഉണ്ട്. എടുപ്പം കടയാണ്. ബാറൊക്കെ ഉണ്ട്. സെറ്റാണ്. നിനക്കൊല്ല കുടിക്കാൻ വേണോ? വേണ്ട. ഓക്കെ ചേച്ചി താ കയ്യിലോട്ട്. ഓക്കെ ഗൈസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി ബസ്സിൽ കയറാം. പോകാല്ലേ ഇനി? അങ്ങനെ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് പോവാം. നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഇടിച്ചിട്ടുണ്ട്. അതൊന്നും മൈൻഡാക്കിയിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഗൈസ് ചെയ്യാനേ ഒരു കാര്യം വന്നു. നിനക്ക് പാല് വേണ്ടേ? എന്നാലേ എനർജി ഉണ്ടാവുള്ളൂ. ഞാൻ ഓടിക്കട്ടാ. പിന്നെ എന്നാ ഓടിക്കണേ ഓടിച്ചോ. എന്നാൽ കൊക്കയിലിട്ടരുത്, എനിക്ക് കുറച്ചാലോ. അപ്പോൾ ഗൈസ് അവന് ഈ വളവ് പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വലിയ വളവ് എത്തുമ്പോൾ അങ്ങോട്ടേക്ക് പ്രൊഫഷണൽ ഗൈസ്. അവന് ലൈസൻസ് എടുത്തിട്ടില്ല. അവനൊരു പ്രാവശ്യം നമ്മൾ ലൈസൻസ് എടുപ്പിക്കും. അവനെ പ്രൊഫഷണൽ ഡ്രൈവറാക്കി എടുക്കുന്നതാണ് നമ്മൾ ഒരു ദിവസം. നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യും, എന്നാലും നമ്മൾ അക്കോളുണ്ട് അവന്. ഞാൻ നിങ്ങളെ ചേട്ടാ എന്നാൽ മാത്രമേ എനിക്ക് ആകാൻ പറ്റുള്ളൂ. എനിക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ലൈക്കും ഈ വീഡിയോയിൽ ഒരു 100 ലൈക്ക് തന്നാൽ മതി. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കും. എല്ലാം 100 ലൈക്കിന്. 100 വേണ്ട, ഒരു 50 ലൈക്ക് മതി. ഇവന് വേണ്ടി ഒരു 50. അപ്പോൾ 150 ലൈക്ക് വേണം ഞങ്ങൾക്ക്. പിന്നെ 150 സബ്സ്ക്രൈബേഴ്സ് വേണമെന്ന് ഞാൻ തള്ളൂല ഗൈസ്. അവൻ തള്ളുകൊണ്ടേ അവിടെ തള്ളിക്കൊണ്ടേ ഇരിക്കുള്ളൂ. ഇങ്ങനെ ഗൈസ് നമ്മൾ ഡ്രൈവർ ചേഞ്ച് ചെയ്യുന്ന ടൈമിലോട്ട് പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ തോട്ടി കിടക്കേണ്ടതാണ് ഗൈസ്. നല്ലോണം വളവാണ്. വണ്ടിയാണെങ്കിൽ കയറണം ഗൈസ്. വെറുതെ അല്ല ഗൈസ് വണ്ടി കയറാനാ. വണ്ടി ഗിയർ 2-ൽ കിടന്ന് വെച്ചോണ്ടാണ് ഗൈസ്. ഇപ്പൊ പറപ്പിച്ചൊരു നമ്മൾ എടാ ഇച്ചിരി പതിനെ കുലുക്കട്ടാ. അതേപോലെ ഉറങ്ങാത്തോളൂ. അയ്യോ പൈ നേരെ കയറ്റിയെടുക്കുകയാണ്. നമ്മൾ ഡ്രൈവർ എന്ന് പറയുന്നത് നിങ്ങൾ കാണൂലാത്താണ്. നമ്മൾ കുറച്ച് ഉള്ളി വെച്ചതിന് മാറി ഡ്രൈവർ. ഓക്കെ നമ്മൾ ഓടെ ഞാനെന്തോ പാട്ട് പാടിക്കൊണ്ട് കളിയാക്കാൻ പറയണം. പശുവും അങ്ങനെ ഒരു സിനിമ
പറഞ്ഞ പുഷ്പമാണ്. ആ അതല്ലേ പശുമ്പ. അത് വേറെ, നീ പറഞ്ഞ വേറെ അല്ല. പശുമ്പ അല്ലേ? അല്ല, അതിൻ്റെ അകത്തൊരു പാട്ടാണ്, സമി കൊഞ്ചടസാമി പാട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇത് കാണാം. അത് ഞാൻ പശുമ്പയുടെ പാല് കുടിച്ചല്ലേടാ നീയൊക്കെ ഇത്ര വളവ്. പിന്നെ പശുമ്പൊക്കെ ഇത്തിരി വില കൊടുക്കണ്ടേ. പക്ഷെ അതിനകത്ത് പശുമ്പേനൊന്നും കണ്ടില്ലടാ. പക്ഷേ കാണും. ഇല്ലടാ, ഞാൻ കുറേ നേരം നോക്കി. പക്ഷെ അതിൻ്റെ അകത്ത് പശുമ്പയില്ല. ഗൈസ് നിങ്ങൾ കണ്ടോ ഗൈസ് പശുമ്പേന? അങ്ങനെ ഗൈസ് നമ്മളുടെ ഏതോ ഒരു കാട്ടിലെത്തിയിരിക്കുകയാണ്. കാട്ടിലല്ല ഗൈസ്. പിന്നെ നമ്മുടെ ഷോൺ എന്ന് പറഞ്ഞൊരു ചെക്കനുണ്ട്. ആ ചെക്കൻ ഇന്ന് ആബ്സെൻ്റ് ആണ്. അവൻ ഇന്നെന്തോ മടി പിടിച്ച് വീട്ടിലിരിക്കുന്നുണ്ട് ഗൈസ്, ചാവണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വേണ്ട നമുക്കൊരു സുമതി വളവ് പോയാലോ? സുമതി വളവ് ഇത് തന്നെ വലിയൊരു വളവാണ്. ഇനി അതും കൂടി ഇതിൻ്റെ കുറവുള്ളു. വേണ്ട, നാളെ നിങ്ങൾ കമന്റ് ചെയ്താ പോവാ. കമന്റ് ഒന്നും കാണാൻ അത് തന്നെ ഞങ്ങൾ ഇപ്പോൾ തന്നെ പോകുന്നതാണ്. ഓക്കെ നമ്മതെ എന്താ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിയാൻ അങ്ങനെ കയറി ഛർദിക്കുകയാണ്. സിയാനല്ല, ബിയോൺ അങ്ങനെ കയറി ഛർദിക്കുന്നുണ്ട്. എടാ എനിക്ക് ഛർദിക്കാൻ പറ്റടാ. കുറച്ച് ഛർദിച്ചോ വിൻഡോയുടെ അവിടെ കൂടി റോട്ടേക്ക്. കിറ്റൊന്നുമില്ല, ഞാൻ ബസ്സിൽ ഛർദിച്ചിട്ടേ. പോയാ ചെറുതായിട്ട്, പക്ഷേ ചവിട്ടി വിട്ട്. എന്താണ്ടൊരു മണം. ഇതേത് ഇവിടെ കുറച്ച് വെള്ളയിക്കൊണ്ട് അതെടുത്ത് ഉടച്ചേ. ഉണ്ടിയ നമ്മുടെ കൂടെ കുറെ കുലിക്കം കൊള്ളോണ്ട് എനിക്കെന്നെ ശ്രദ്ധിക്കാൻ പറ്റി. ഇച്ചിരി വെള്ളം കിട്ടുമോ? വെള്ളം സമയം കൂടെ ഭയങ്കര കുലിക്കാനോ കൺട്രോൾ കിട്ടല്ല. പുറത്തത്തെ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഛർദിച്ചിരിക്കുന്നു. എടേ വണ്ടി ചെറുതായിട്ട് ഛർദിച്ചിട്ടെന്നും പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഞാൻ കഴുകൂല. എനിക്ക് ഛർദിക്കണം. മണം അടിച്ചാലും ഞാൻ പിന്നെ ഛർദിക്കും. അപ്പൊ നീ കഴുകണം എന്റെ ഛർദിൽ. ഓക്കെ കൊണ്ടുപോയിടാ. ഛർദിച്ച് ഉപ്പാടായി. അപ്പൊ നീ എന്നെ കഴുകു ഛർദിൽ. അപ്പൊ ഗൈസ് പിന്നെ നമുക്ക് ഗൈസ് നിങ്ങൾ ഒരു കമന്റ് തന്നാൽ നമ്മൾ നാളെ സുമതി വളവിൽ പോകുന്നതാണ്. അപ്പോൾ ഗൈസ് പിന്നെ നമുക്ക് വേറെ എവിടെ പോകണം? നമുക്കില്ലേ ഷോണിനെ വിളിച്ചിടാം. വിളിച്ചാൽ വരൂല, എന്നാലും നമുക്ക് വെറുതെ അവനെ കൊണ്ടുപോവാം. കാട്ടി പോകുമ്പോൾ ഇങ്ങനെ അങ്ങനെ ഗൈസ് നമ്മൾ എവിടെയൊക്കെയോ എത്തിയാണ്. കഷ്ടപ്പെട്ട് ഈ വളവ് അങ്ങനെ കയറ്റിയെടുക്കൊണ്ട് നിങ്ങൾ എത്ര പേരാണ് കേരള ബസ് മോഡ് ലിവറി കളിക്കുന്നത്? അവരെല്ലാവരും താഴെ കമന്റ് ചെയ്യും അവരുടെ പേര്. അങ്ങനെ ഗൈസ് നമ്മൾ ഏതാണ്ട് ഏറ്റവും കയറി പോവുകയാണ്. ക്യാബിൽ വ്യൂ ഇടാ. ക്യാബിൽ വ്യൂ ഇട്ടാൽ നമ്മ ഇങ്ങനെ വളച്ചിങ്ങനെ എടുക്കൂടാ പെർഫെക്റ്റ് ആയിട്ട്. അതൊക്കെ ഒരു കഴിവ് വേണ്ട. കഴിവല്ല, അതിനൊക്കെ ഒരു കഴിവ് വേണ്ടേ. കഴിവ് അത് നിനക്കില്ലല്ലേ? അത് നിനക്കുണ്ടാവും, പക്ഷെ എനിക്കില്ല. ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. അവൻ തന്നെ സമ്മതിച്ചു അവൻ കഴിവേറിയാണ്. പോടാ, അത് വേറെ വല്ലവരായിരിക്കും. പലതും പറയും. ഇവന്റെ വാക്കൊന്നും കേട്ട് പഠിക്കലട്ടാ. അത് തന്നെ കേട്ട് പഠിച്ചോണ്ട് ഇവ നശിഞ്ഞു വരും. ഇവന്റെ വാക്ക് അമ്മാതി വാക്കാണ്. അത് തന്നെ ഈ ഒട്ടച്ചക്കാണെങ്കിൽ കാട്ടിലും കൊണ്ടേ കൊല്ലാൻ. ഈ വണ്ടി നിർത്തലേ. അങ്ങനെ നിർത്തുന്നില്ല. വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് മൂത്രം കൊണ്ട് വയ്ക്കും. അത് നീ തന്നെ പറയണം. മൂത്രം വഹിച്ച പക്ഷെ വിൻഡോ കൂടി ഞാൻ ഒരു വിൻഡോ തുറന്നിട്ടിട്ടുണ്ട്. തുറന്നിട്ടുണ്ടാ? ആ പുറത്തത് വ്യൂ മാറ്റുമോ? അല്ലെങ്കിൽ ഞാൻ മൂത്രം ആര് കാണും? ഓക്കെ മാറ്റി. എടാ വിൻഡോ കൂടി ഇറങ്ങിപ്പോയി. അയ്യോ എടാ വിൻഡോ നീ പൂട്ടിയാടാ. എടാ ഇറങ്ങിയാടാ.
ഇല്ലടാ എടാ എന്റെ സിബ് ഗൈസ് നമ്മുടെ ഇപ്പൊ ഒരു സൗണ്ട് കേട്ടില്ല, അത് അടിയട്ടേന്ന് കേട്ടാ. ഭയങ്കരമാണ് അടിയട്ടാണ്. അടി തട്ടിയാലടാ അത് ചില്ല് ഞാൻ പൊട്ടിച്ചു കളഞ്ഞേട്ടാ. ഗൈസ് മോട്ട എറിഞ്ഞ പിന്നെ ചില്ല് പൊട്ടിക്കാണ്ട് അവൻ അണ്ടി പൊട്ടിക്കണോ പട്ടി. എടാ നീ നിന്റെ അണ്ടി അപ്പൊ പിയോനെ പൈസ എടുത്തേക്ക് 1000 രൂപ. എന്റെ അണ്ടി കട്ട് ചെയ്ത് പോയി ചെയ്യുന്ന നിന്റെ അണ്ടി ഞാൻ സെറ്റ് പറയാൻ പറ്റാനേ. അങ്ങനെ ഗൈസ് അണ്ടിയുടെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത കേസ് ഇപ്പൊ പോകുന്നു തൊട്ടിൽ. പോലെ അതെ അണ്ടിക്ക് വയ്യ പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഗൈസ് പക്ഷെ നമ്മ കഷ്ടപ്പെട്ട് റെഡിയാക്കി. അല്ലാണ്ട് പശുവിൻ്റെ പാലും കുടിച്ചത് വളി കിട്ടിയാണ് ഇവിടെ. അത് മിക്കവാറും വിചാരെങ്കിലും ആയിരിക്കും. ഇവിടെ നല്ല ചവറൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തതാണ്, മാപ്പിൽ നല്ല ചവറൊക്കെ ഉണ്ട്. അതെ അതെ അതെ. അങ്ങനെ ഗൈസ് നമ്മളിതാ നേരെ സ്വർഗത്തിലോട്ട് പോവുകയാണ് മകനി. ഇപ്പൊ ശരിക്കും പോയാല് ഇതൊന്നും കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഭാഗ്യം. ഞാൻ കണ്ടുകൊണ്ടാണ് മോനെ പറഞ്ഞത് സ്വർഗത്തിലോട്ട് പോകാൻ മോനെന്ന്. ആ മതി മതി, ഞാൻ സ്വർഗത്തിൽ പോവാ. സ്വർഗത്തിൽ എനിക്ക് ഇപ്പൊ പോകണ്ട മോനെ. ഓക്കെ 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 നമ്മൾ ജയിച്ചു. പറയൂ ഇവനെ നമ്മൾ ജയിച്ചു. പുള്ളി കൊടുക്കാം. ഡിൻ 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 ഡിൻ. അങ്ങനെ ഗൈസ് നമുക്കൊരു കൂട്ടുകാരനുണ്ട് യാവി എന്ന് പറയണം. അവൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലവരും. അവനാണെങ്കിൽ ഒരു പൊട്ടനാണ്, അവനാണെങ്കിൽ ഒരു കവിതയാണ് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ബോധം കെട്ട് വീഴണമെങ്കിൽ അവൻ്റെ പാട്ട് തന്നെ കേട്ടാൽ മതി ഗൈസ്. പിന്നെ ലൈക്കും വെക്കേഷൻ കഴിഞ്ഞാൽ സമ്മർ വെക്കേഷൻ. ആ ടൈമിൽ ഫോണിൽ കുത്തിയിട്ട് കളിച്ചു. അവിടെ എന്താ ഒരു ബ്ലോക്ക് പോലെ അവിടെ അപ്പൊ ആ വരിയൊക്കെ മൊത്തം പോയിട്ടുണ്ടാവും. ഈ കുട്ടിപ്പൊളി കണ്ടിട്ടുണ്ടാവും. ആ ബോംബല്ല ഉദ്ദേശിച്ചത്, പിന്നെ ആറ്റം ബോംബ. ആറ്റം ബോംബ് കൊണ്ട് ഇപ്പൊ നമ്മ ദൂരം വരെ വന്നു. ആറ്റം ബോംബ് ഇപ്പൊ ദൂരം വരെ വന്നു. ആട്ടം ബോംബ് ഇട്ടോണ്ടിരുന്നു. ആറ്റം ബോംബ് അവിടെ പോലെയല്ല പോയത്. അപ്പൊ നമ്മിപ്പോ എല്ലാം മഞ്ഞ കളറ് മഞ്ഞ കളറുണ്ട്. എടാ നമ്മള് ബിരിയാണി പോയി. ബിരിയാണി എടാ ബിരിയാണി മൊത്തം ഇവിടെ മറിഞ്ഞ് കിടക്കടാ. ഇനി ഇവിടെ ഫുഡൊന്നും ഇല്ലെന്ന്. ചോക്ലേറ്റ് ഉണ്ട്. താങ്ക് യു. ഞാൻ അടുത്ത് കിട്ടില്ല. അയ്യോ പിടിക്കണ വിടറാ. അതിൽ കയറി പിടിക്കാം. ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, അത് വലിച്ചിട്ട് ഭംഗിയില്ലാതാണ്. കൂടി ഉമ്മച്ചോണ്ടിരിക്കുന്നു. നീ കാട്ടക്കട ഞാൻ മരിക്കുകയാണ്. എൻ്റെ വണ്ടി ചാടാ. ഞാൻ വണ്ടി ചാടാ. അയച്ചു പച്ചനിച്ച മോനെ പോയി മോനെ. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ സിയാങ് ലൈസൻസ് ഇല്ലാത്ത സിയാങ് കൊക്കെ ചാടിച്ച് നിൽക്കുക ഗൈസ്. നമുക്ക് വണ്ടിയുടെ അവസ്ഥ നോക്കണ്ടേ ഗൈസ്? കണ്ടോ ഗൈസ്, ഇതാണ് വണ്ടിയുടെ അവസ്ഥ ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യില്ല, അവൻ ചുമ്മാ അല്ലടാ ഗൈസ്. നമ്മൾ വൈൻഡപ്പ് ചെയ്യും, കാരണം ഇനി ഞാൻ ഈ ബസ്സിൽ ചാടി ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ മരിക്കുന്നതാണ്. അതിന് നല്ലത് വൈൻഡപ്പ് ചെയ്യണത് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഈ മാപ്പ് നമ്മൾ അല്ലെങ്കിൽ ഈ മാപ്പ് ഇപ്പോൾ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. ഇതാ നമ്മൾ ശുഭമാകാൻ പോകുന്നു. ഓക്കെ. അയ്യോ അമ്മച്ചി പോയി. എല്ലാവരും ഇപ്പോൾ പോയല്ലോ.